ലോകത്തൊരു വാക്കിനും വിലയില്ലാത്തവൻ, ആരോടും നെറുകേട് കാണിക്കുന്നവൻ, എന്ത് കുറ്റകൃത്യവും എന്ത് ന്യായവും പറഞ്ഞ് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളെ ലോകത്തുള്ളൂ. ബാക്കി രാജ്യങ്ങളൊക്കെ ഒരുമാതിരി തറ്റു. അതിലൊരു രാജ്യം അമേരിക്കയും മറ്റൊരു രാജ്യം ഇസ്രയേലുമാണ്. സീസ് ഫയർ പ്രഖ്യാപിച്ച്, വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ചർച്ചകളിലേക്ക് കടക്കുന്നു, ഉടൻ തീരും എന്നൊക്കെ പറഞ്ഞ് പ്രത്യാഘാതമുണ്ടാക്കി, ലോകത്തിന് മുഴുവൻ നാശമുണ്ടാക്കി, ലോകത്തെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന യുദ്ധത്തിലേക്ക് കടക്കുന്ന ഈ യുദ്ധകൊതിയനായ ട്രംപ് ഇത് നിലനിൽക്കെ തന്നെ ഒരു തവണയല്ല 2 തവണ ആക്രമിച്ചു. ആദ്യ തവണ ഇറാനെ ആക്രമിച്ചപ്പോൾ അത് തങ്ങളുടെ നേവിയിലെ കപ്പലുകൾക്ക് നേരെ പടക്കോപ്പൊരുക്കിയ ആ ഭടന്മാർക്കെതിരെയാണ്, ആ സൈന്യത്തിന് നേരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ബന്ദർ അബ്ബാസിലും ആക്രമണം നടത്തി. പേര് വെടിനിർത്തൽ, സമാധാന കരാറിലേക്കുള്ള ചുവടുവെപ്പ്. സത്യത്തിൽ അതിൻ്റെ പരിസരത്തുള്ള മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളെല്ലാം ഒരു സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളുകൾ തുറന്നു, എയർപോർട്ടുകൾ തുറന്നു, പ്രതിസന്ധി മാറുന്നു എന്ന ഒരു പ്രത്യാശയുടെ കിരണങ്ങൾ വരുമ്പോഴാണ് ഈ മഹാക്രൂരൻ വീണ്ടും 2 തവണ ആക്രമിച്ചത്. ആദ്യ തവണ വിട്ടുകൊടുത്ത ഇറാൻ 2ാം തവണ കഴിഞ്ഞ ദിവസം വിട്ടുകൊടുത്തില്ല. IRGC ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞു, തങ്ങളെ ആക്രമിച്ചതിന് പകരമായി US ബേസുകൾ തിരിച്ചാക്രമിച്ചു. കുവൈറ്റിന് മേലെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. UAEയിലും ആക്രമണം നടത്തിയിട്ടുണ്ടാവാം. ഇറാൻ്റെ മാത്രമല്ലാതെ ഇപ്പോൾ ഒമാനെതിരെയും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇനിയും അവനെ സഹിക്കുന്നവർക്കുള്ള സൂചനയാണ് ഒമാനെതിരെയും അവൻ്റെ ഭീഷണി. എന്നുവെച്ചാൽ വഴങ്ങുക, കീഴടങ്ങുക, അവൻ പറയുന്നതനുസരിക്കുക, ഇല്ലെങ്കിൽ അവൻ ഏത് രാജ്യത്തെയും നശിപ്പിക്കും എന്നതാണ് സ്ഥിതിവിശേഷം. ഓരോന്നോരോന്നായി നശിക്കുന്നതിന് മുമ്പ് ഒരുമിച്ച് നിന്ന് തിരിച്ചു പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരുള്ളിടത്തോളം ഓരോന്നോരോന്നായി നശിപ്പിക്കും എന്ന ഭീഷണിയിലാണ്. ഇറാൻ ഏതായാലും വഴങ്ങുന്ന ലക്ഷണമില്ല. വീണ്ടും മിഡിൽ ഈസ്റ്റ് യുദ്ധകലുഷിതമാകും എന്നാണ് യുദ്ധവിദഗ്ധർ സൂചിപ്പിക്കുന്നത്. വാർത്താ അനലിസ്റ്റുകൾ പറയുന്നത് മഹാ അബദ്ധമെന്നാണ്. എന്നുവെച്ചാൽ ഇറാന് കാര്യമായി കൂപ്പ് കൂട്ടാൻ ഇടവേള കൊടുത്തതിന് ശേഷം വീണ്ടും ചൊറിയുക എന്ന് പറയുന്നത് മരമണ്ടനും അതുപോലെ തന്നെ വെറും വിൺവാക്ക് പറയുന്ന ശുദ്ധവെറിയനുമല്ലാതെ വേറെ ആർക്കും സാധ്യമാകാത്തതാണ്. ട്രംപിന് ഈ മേൽവിലാസമൊക്കെ ചേരുന്നതുകൊണ്ട് അവൻ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും 2ാമത്തെ ആക്രമണം ബന്ദർ അബ്ബാസിൽ നടത്തിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടിച്ചു. ഈ ജൂൺ 1-ാം തീയതിയോടുകൂടി കുവൈറ്റ് എയർപോർട്ട് തുറക്കാനും അവിടെ നിന്ന് കുവൈറ്റ് എയർലൈൻസൊക്കെ പറക്കാനുമൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ഒരു യുദ്ധാനന്തരമുള്ള ഒരു പുനർജനിയുടെ നിമിഷങ്ങളിലാണ് വീണ്ടും ഇറാനെ ആക്രമിച്ച് ഈ യുദ്ധവെറിയൻ അടുത്ത യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നത്. സമാധാന കരാർ പാതി വഴിയിലാണ്. ബലം പ്രയോഗിച്ച് നിർബന്ധിച്ച് ചിലതൊക്കെ നേടിയെടുക്കാനാണ് ശ്രമം. സ്വതന്ത്രമായി കിടന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് ഇനി വിട്ടുകൊടുക്കില്ലെന്ന തീരുമാനം ഇറാനെ കൊണ്ടെടുപ്പിച്ചത് ഇതേ യുദ്ധമാണ്. ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ കാര്യത്തിൽ തങ്ങൾ എന്ത് ചർച്ചയ്ക്കും തയ്യാറാണെന്ന് പറഞ്ഞ വേളയിലാണ് ആദ്യ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് ശേഷം അന്നുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ചു ഇറാൻ എന്നതാണ് സ്ഥിതിവിശേഷം. ഇപ്പോൾ പെട്ടുകിടന്ന് കയ്യും കാലുമിട്ടടിക്കുമ്പോൾ വീണ്ടും ആക്രമിക്കാനൊരുങ്ങി അടി വാങ്ങിച്ചു കൂട്ടുമെന്നാണ് ലോകം പറയുന്നത്. യമൻ അനുഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ലോകം മുഴുവൻ അനുഭവിക്കേണ്ട സ്ഥിതിയിലേക്കെത്തും. നമ്മുടെ നാട്ടിൽ പോലും ഗ്യാസിൻ്റെ ക്ഷാമവും ഇന്ധനവിലയും കൈവിട്ടു പോകുന്ന വേളയിലാണ് ഇനിയും ലോകത്തെ മറ്റൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ അമേരിക്കയും ഇസ്രയേലും കൂടി ചേർന്ന് ഒരു പുതിയ നശിച്ച പ്രഖ്യാപനത്തിലൂടെ, പ്രവൃത്തിയിലൂടെ ലോകത്തെ നശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇരുവരും. ഇരുവരിൽ നിന്ന് മനുഷ്യരെ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ.